കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനയാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ നടത്തിയത്. എന്നാൽ പിന്നീടാകട്ടെ തനിക്കത് അമളി പറ്റിയതാണ് എന്ന് മനസ്സിലാക്കിയ ട്രംപ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ആ പോസ്റ്റ് പിൻവലിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റ് പിൻവലിച്ചെങ്കിൽ പോലും വലിയ കാട്ടുതീ പോലെ തന്നെ പടരുകയും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ വിഷയത്തിൽ കടുത്ത പരിഹാസമാണ് ഇറാൻ പങ്കുവച്ചത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ലോകവേദിയിൽ പോലും ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരമ്പുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഭൂമിയിലെ നരക കുഴികൾ അതാണ് എന്നത് ഒരു റേഡിയോ അവതാരകനായ മൈക്കൽ സവോജിന്റെ വിവാദ പരാമർശം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചതാണ് ഈ നയതന്ത്ര യുദ്ധത്തിന് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത്. ട്രംപിന്റെ നടപടി തികച്ചും അറിവില്ലാത്തതും അനുചിതവുമാണ് എന്നതാണ് ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് ഇറാന്റെ നയതന്ത്ര ദൗത്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും വലിയ രീതിയിലുള്ള പരിഹാസം അഴിച്ചുവിടുകയും ചെയ്തത് ഒരു കൗതുകകരമായ കാഴ്ചയായി മാറിയിരുന്നു. ട്രംപിന്റെ ആഡംബരം കുറയ്ക്കാൻ അദ്ദേഹത്തിന് ഒരു കൾച്ചറൽ അത് അനിവാര്യമാണ്, അതായത് ഒരു ഡെക്കോറം അത് ആവശ്യമാണ് എന്നതായിരുന്നു മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് പരിഹാസം ഉന്നയിച്ചത്. ട്രംപിന് ഭാരതത്തിലേക്ക് ഒരു വൺ വേ ടിക്കറ്റ് എടുത്തു നൽകണമെന്നും അദ്ദേഹം ഇവിടെ നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നതായിരുന്നു എക്സിലൂടെ കുറിച്ചത്. മുംബൈയിലെ ഹൈദരാബാദിലെ ബിരിയാണിയും അതുപോലെ ദക്ഷിണേന്ത്യയുടെ സ്വർഗീയ ഭംഗിയും അനുഭവിച്ചറിയാൻ ട്രംപിനെ ഇറാൻ ക്ഷണിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിവാദം കത്തിക്കേറിയതോടുകൂടി തന്നെ ഭാരതം ഒരു മികച്ച രാജ്യമാണ് എന്നും നരേന്ദ്രമോദി തന്റെ നല്ല സുഹൃത്താണ് എന്ന മറുപടി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകിക്കൊണ്ടായിരുന്നു ട്രംപ് രംഗത്ത് വന്നത്. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ രോഷം ഇനിയും അടങ്ങിയിട്ടില്ല എന്നും ഈ ഒരു പ്രസ്താവനയോടെ തന്നെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികളുടെ മക്കൾക്ക് പൗരത്വം നൽകുന്നതിനെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അതിനെ എതിർത്തുകൊണ്ടുള്ള ചർച്ചയ്ക്കിടയിലാണ് മൈക്കൽ സവോജ് ഭാരതത്തെയും ചൈനയും അധിക്ഷേപിച്ചുകൊണ്ട് ഇത്തരം ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വിവാദപരമായ പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. ലാപ്ടോപ്പുമായി വരുന്ന ഗാങ്സ്റ്റർമാരാണ് ഇന്ത്യൻ കുടിയേറ്റക്കാർ എന്നും ഇവർ അമേരിക്കൻ ആ ഒരു പതാകയെ ചവിട്ടുന്നുവെന്നും ഇതിൽ ആരോപിക്കുന്നുണ്ട്. ഈ വിവാദ പോസ്റ്റ് ആകട്ടെ അതിന്റെ വീഡിയോ ക്ലിപ്പും ട്രംപ് തന്റെ അക്കൗണ്ടിൽ ഷെയർ ചെയ്തതാണ് വലിയ രീതിയിലുള്ള പ്രശ്നം വഷളാകാൻ ഇവിടെ കാരണമായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഭാരതം ശക്തമായ വിയോജിപ്പ് അമേരിക്കയെ അറിയിക്കുകയും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അടക്കം ട്രംപിന്റെ നീക്കത്തെ അതിശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യ US ബന്ധത്തിന്റെ ആ ഒരു യാഥാർത്ഥ്യം അത് പ്രതിഫലിക്കുന്നില്ല എന്നത് ട്രംപ് ഇത്തരം തഴം താഴ്ന്ന പ്രസ്താവനയിലൂടെ തന്നെ വീണ്ടും തെളിയിക്കുകയാണ് എന്ന പരിഹാസമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.